എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ പള്ളം ഹൈദ്രോസ് ജുമാ മസ്ജിദിന്റെ കീഴിൽ നടത്തപ്പെടുന്ന റിലീഫ് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു ദ്വിദിന മതപ്രഭാഷണ വേദിയിൽ ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയാധിഷ്ഠിതമായി ആ ശീർഷകത്തിന്റെ കീഴിൽ ഈ വിനീത നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. നിശ്ചയിച്ചതിൽ നിന്ന് ഏതാണ്ട് ഏറെ വൈകി തുടങ്ങുന്ന നമ്മുടെ ഈ സദസ്സിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വിശാലമായി ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സമകാലീന സമൂഹത്തിന്റെ സംഭവ വിഗതികളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിഷയമാണ് ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയമെന്ന് ഞാൻ ആദ്യമായി ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ്. കേൾക്കുന്നത് പോലെ നിസ്സാരമല്ല ഈ വിഷയം. ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം വളരെ വിശാലമായ അർത്ഥതലങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അങ്ങ് അകലെ നിന്ന് പോലും ഈ വിനീതന്റെ പ്രഭാഷണം കേൾക്കാനെത്തിയ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളോട്, യുവതികളോട് ഈ വിഷയം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ സഗൗരവം, സശ്രദ്ധം, സവിനയം കേൾക്കുകയും അതിന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഏറ്റവും നല്ല കൂട്ടുകാരായി നാളെ ഇവിടെ നിന്ന് തിരിയുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ആമുഖങ്ങളൊന്നുമില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ആമുഖമായി എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും വളരെ ആഗ്രഹത്തോടെ ഈ പ്രസംഗം കേൾക്കാനും ദുആയിൽ പങ്കെടുക്കാനും വേണ്ടി വന്നവരാണ്. അല്ലാഹു അതിന്റെ എല്ലാ അർത്ഥതലങ്ങളിലും അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു നല്ല സദസ്സായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ കാസർഗോഡ് ജില്ലയിൽ ആയിരങ്ങൾ കൂടിയ സദസ്സിൽ നാം ദുആ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നത് ഈ സദസ്സിലുള്ള പലരും അതിന് സാക്ഷിയാണ്. അല്ലാഹു ഈ സദസ്സിനെയും അങ്ങനെ ആക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഒരൊറ്റ കാര്യം വിനയത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശാലമായ ഗ്രൗണ്ടിലാണ് നമ്മുടെ പ്രസംഗം നടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഈ സദസ്സ് ഭൂമിയിലെ സ്വർഗമാണെന്നാണ്. 2 മണിക്കൂർ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം നാളെ പരലോകത്ത് പടച്ച റബ്ബിനോട് പറയാം, അല്ലാഹുവേ 2 മണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കാതെ, ഒരു പാപത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ദുനിയാവിന്റെ ഒരു ചിന്തകളുമില്ലാതെ നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് 2 മണിക്കൂർ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ പൂർണ്ണമായും ഈ സദസ്സ് പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ഉപയുക്തമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതിപ്പോ റസൂലുള്ളാഹിയുടെ വാക്ക് പ്രകാരം ഇത് ഭൂമിയിലെ സ്വർഗമാണ്. ഈ ഭൂമിയിലെ സ്വർഗത്തിന് ഇവിടെ ഒരു മതിലുണ്ട്. ആ മതിലിനപ്പുറത്ത് നിൽക്കുന്നവർ സ്വർഗത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് ഉസ്താദന്മാർ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കാരണം ഒരു ബൗണ്ടറിക്കപ്പുറത്തേക്ക് വിശാലമായ ഗ്രൗണ്ടിന്റെ അകത്ത് സ്ഥലമുണ്ട്. നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഈ ഗ്രൗണ്ടിന്റെ അകത്തോട്ട് കയറിയിട്ട് നിൽക്കി, അതായിരിക്കും. കാരണം ഈ മതിലിന്റെ അപ്പുറം നിൽക്കുന്നവർ പകുതി മനസ്സിൽ നിൽക്കുന്നവരാണ്, അർദ്ധ മനസ്സ്. കുറച്ചു നേരം കേൾക്കാം, അത് കഴിഞ്ഞ് പോവാം, അല്ലെങ്കിൽ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൂട്ടുകാരല്ലേ വിഷയം, എന്നാൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നിങ്ങൾ കേട്ടോളൂ എന്നൊരു അർദ്ധ മനസ്സിലാണ് നിൽക്കുക. അർദ്ധ മനസ്സിൽ പാതി മനസ്സിൽ നിൽക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കിട്ടില്ല. കിട്ടൂ ഉസ്താദ്? പൂർണ്ണ മനസ്സോടെ നിൽക്കുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ ആ മതിലിൻ്റെ വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്ത് നിന്നോളി. പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് പൊക്കോളി, ഒരു വിഷയമില്ല. പക്ഷെ ഏതായാലും 2 മണിക്കൂർ നിൽക്കുന്നതല്ലേ, അത് റോഡിലാകണ്ട, അകത്തോട്ട് വരി. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുസരണയുള്ളവനാണ്. അനുസരണയുള്ളവരൊക്കെ ആ പടി കയറിയിട്ട് അകത്തോട്ട് വരും. കാസർഗോഡുകാർ ഏറ്റവും സ്നേഹമുള്ളവരാണ്. ഇന്നലെ ഞാൻ ഈ സമയത്ത് എറണാകുളത്താണ് പ്രസംഗിക്കുന്നത്. ഇന്നലെ എൻ്റെ പ്രസംഗത്തിൽ എറണാകുളത്ത് പങ്കെടുത്ത ആൾ ഈ സദസ്സിരിപ്പുണ്ട്. അയാൾ കാസർഗോഡുകാരനാണ്. അദ്ദേഹം ആ സദസ്സിലുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം എന്നെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ എറണാകുളത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം ഉണ്ടത്.
അദ്ദേഹം എന്നോട് ഇന്ന് പറഞ്ഞു, ഉസ്താദ് കാസർഗോഡുകാരെ കുറിച്ച് എറണാകുളത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ കോരിത്തരിച്ചു പോയിന്ന്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ആ സ്നേഹം അവസാനം വരെ നിലനിൽക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, എൻ്റെ വാത് കേൾക്കാൻ എത്തിയാൽ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങുമ്പോഴും ഞാൻ ഉണർന്നിരുന്ന് വാത് പറയുന്ന എല്ലാ സദസ്സിലും നിങ്ങളുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാതെ സദസ്സ് അവസാനിപ്പിക്കാറില്ല. ഇപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നലെ എറണാകുളത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇതൊരു ചികിത്സയ്ക്ക് വേണ്ടി അവിടെ വന്നതാണ്, ഒരു തങ്ങടെ എടുക്ക്. അള്ളാഹു എല്ലാ രോഗവും ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പോൾ അനുസരണയോടെ എല്ലാവരും അകത്തോട്ട് കയറി നിന്നോളി. സംഘാടകർ പരമാവധി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും. കസേര ഏതാണ്ട് ഫില്ലായി. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. മാനവരാശിയുടെ ചരിത്രത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആന്റെ പ്രവേശികയാണ്. ഖുർആന്റെ പ്രവേശികയായ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ ആദ്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരാശിയുടെ കഥ തുടങ്ങുന്നത് ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ മനുഷ്യനെ ചതിച്ച കഥ പറഞ്ഞിട്ടാണ്. ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ഇവിടുത്തെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഉസ്താദെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം പള്ളത്ത് പറയണമെന്ന്. അതെന്താ അതിന്റെ പുറകിലെ വിഷയമൊന്നും എനിക്കറിയില്ല. ഖബർ പോലെ പേടിക്കണ ഒരു വിഷയം പറയണം. ഈ കൂട്ടുകാർ പറഞ്ഞ അത്ര പേടി ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള 2 ദിവസം. ഒന്ന്, കൂട്ടുകെട്ടിന്റെ പ്രത്യേകത എന്താണ്? 2, ആരോടൊക്കെയാണ് കൂട്ടുകെട്ടേണ്ടത്? 3 പേരോട് കൂട്ടുകൂടാൻ പാടില്ലെന്ന് ഖുർആൻ. ഞാൻ പറഞ്ഞല്ല ഖുർആൻ. 9 ആളുകളെയാണ് ദുനിയാവിൽ കൂട്ടുകാരായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഖുർആൻ. ഈ കൂട്ടുകാർ ഭൂമിയിൽ മാത്രമാണോ ഉണ്ടാവുക, അതല്ല പരലോകത്തും ഉണ്ടാവുമോ? ഖുർആൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ദുനിയാവിലെ കൂട്ടുകാരെ കുറിച്ച് പറയും, നാളെ ആഖിറത്തിലെ കൂട്ടുകാരെ കുറിച്ച്. ഇതാണ് 2 ദിവസം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം 2 ദിവസം കൊണ്ട്. അള്ളാഹു നമ്മുടെ സമയത്തിലും ആരോഗ്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഞാൻ വിഷയത്തിലോട്ട് കിടക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൂട്ടുകെട്ടിന് കൊടുത്ത ഏറ്റവും വലിയ പ്രാധാന്യം. യഥാർത്ഥത്തിൽ കൂട്ടുകാരില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ബേസ് എല്ലാ ആളുകൾക്കും അവന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാവും. സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയാത്തത്, സ്വന്തം ഭാര്യയോട് പങ്കുവെക്കാത്തത്, സ്വന്തം കൂടപ്പിറപ്പുകളോട് പറയാത്തത് പോലും ഒരുപക്ഷെ നാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരുമില്ല. എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ കൂട്ടുകാർ, ആത്മാർത്ഥ സഹോദരങ്ങൾ കൂട്ടുകാരില്ലാത്തവരായി ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാവ എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് കൂട്ടുകെട്ടിന്റെ ഇത്രയും വലിയ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം പറയുമ്പോഴേ ആ ഖുർആൻ പറയുന്നത് മാനവരാശിയെ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നടുവിൽ തടസ്സം നിന്നത് ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ മാനവരാശിയെ ഏറ്റവും വലിയ ചതിയുടെ കുഴികളിലോട്ട് കടന്നുപോയ ഒരു കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ആദ്യം ആ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ വന്ന് മാനവരാശിയെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചതിക്കുടിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഒരു വല്ലാത്ത ചതിയുടെ കഥ. അത് പൂർണ്ണമായി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹുമാ, അവര് 2 പേരും ആദ്യമായി ജീവിതം തുടങ്ങിയത് അള്ളാഹുവിന്റെ
സ്വർഗത്തിലായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ കഥയുടെ ചരിത്ര സംഗ്രഹം പറയുമ്പോ അല്ല പറയുന്നു, ആദം ഹവ്വ ദമ്പതികളെ സ്വർഗ കവാടത്തിന്റെ വാതിൽ തുറന്നിട്ട് അല്ല പറഞ്ഞു, വയാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം ഹവ്വ ദമ്പതികളെ സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങുന്ന കരകാണാ കടല് പോലെ കരകവിഞ്ഞൊടുക്കുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളുടെ നടുവിലൂടെ ഓടിക്കളിക്കുമ്പോ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അല്ലാഹ് പറഞ്ഞു, എല്ലാം ഭൂമിയിൽ ഈ സ്വർഗത്തിൽ കാണുന്ന എല്ലാം നിങ്ങൾ കഴിച്ചുകൊള്ളുക. ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, ആ വൃക്ഷത്തിന്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരെ നന്നായിട്ട് കേട്ടോളിയും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാര്. അള്ള എന്തിനാ ആദ്യ കഥ പറയുന്നത്? മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ പറയുന്നത് എന്തിനാണ്? അള്ള പറഞ്ഞു, നിങ്ങൾ സ്വർഗം എന്തു വേണമെങ്കിലും കഴിച്ചോ, പക്ഷെ വലാ തഖറബാ ഹാദിഹി ശജറ, ആ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കാൻ പാടില്ല. അതെന്താ അല്ലാഹു ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട്? ആ വൃക്ഷത്തിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ടല്ല. കാസർഗോഡാണല്ലോ ഈ സാധനം കൂടെ ഉള്ളത്. എവിടെ? ചെറുക്കള പഞ്ചായത്തിൽ. എവിടെ എൻഡോസൾഫാൻ ഉള്ളത്? ബദിയിടുക. എൻഡോസൾഫാൻ തളിച്ചിട്ടില്ല. അതില് മാരകമായ കീടനാശിനി ഉള്ളത് കൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരെ കേട്ടോളീൻ, അള്ള പറയുന്നു, അവന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ അള്ള കടിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ അത് കടിക്കാതിരിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചില്ല. അള്ള പറഞ്ഞതൊഴിച്ചു ബാക്കിയെല്ലാം കടിച്ച് നമ്മുടെ പിതാവ് മാതാവ് സ്വർഗത്തിൽ ഇങ്ങനെ പരിലസിക്കുമ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു ഒരാൾ, ആജന്മ മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രുവായ പിശാജ്. പിശാജ് വന്നിട്ട് ചോദിച്ചു, ആദം ഹവ്വ ദമ്പതികളെ, ഖുർആൻ വളരെ വിശാലമായിട്ട് സംഭവം ആദ്യം തന്നെ ഖുർആനിൽ പറയുന്നത് എന്തിനാ? നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ. നിങ്ങൾ ചോദിച്ചു, ഇത്രയും മനുഷ്യന്മാർ ആമീൻ പറഞ്ഞ ഇത്രയും സൗണ്ടേ ഉള്ള. അള്ളാഹു ആ ചതിക്കുഴിയിൽ വീഴ്ത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫവസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സ്വർഗത്തിന്റെ ശീതളഛായയിലൂടെ വല്ലാതെ അനുഗ്രഹത്തിന്റെ പറുദീസയിലൂടെ നടന്നുപോയ ആദം ഹവ്വ ദമ്പതികളുടെ മുമ്പ് പിശാച് വന്നിട്ട് പറഞ്ഞു, അത്രേ ആദം ഹവ്വ ദമ്പതികളെ, ഫഖുൽനാ യാ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ആദം ഹവ്വ ദമ്പതികളെ, ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, പിശാച് വന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെയോ? ഏതാണ് ആ മാന്ത്രിക മരം എന്നറിയോ? ആ മരത്തിന്റെ പഴം കടിച്ചാൽ അവസാനം വരെ നീങ്ങിപ്പോകാത്ത ഐശ്വര്യം കിട്ടുന്ന, നിത്യ ഐശ്വര്യത്തിന്റെ പൊരുളിറയിൽ കിടക്കുന്ന ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ സഹോദരങ്ങളെ, ആദ്യത്തെ പിശാചിന്റെ തന്ത്രമാണിത്. ആദ്യം വന്ന് പഴം കടിക്കാൻ പറഞ്ഞില്ല, ആദ്യം പിശാച് പരസ്യം ചെയ്തു, ഒരു മാന്ത്രിക മരം കാണിച്ചു തരട്ടെയോ? മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കുകയാണ്. ഒടുക്കത്തെ പരസ്യമല്ലേ മനുഷ്യന്റെ മനസ്സിളക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗലോകത്ത് മാതാപിതാക്കളെ തറവാട്ടിൽ നിന്ന് വലിച്ചെറിയാണ് മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രുവായ പിശാച് ഉയർത്തിയ തന്ത്രമാണിത്. പരസ്യത്തിന്റെ തന്ത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്യം കാണോ
പോകുമ്പോ ഏറ്റവും വലിയ പ്രലോഭനത്തിലോട്ട് കടന്നു പോകുന്ന ജനതയുടെ മുമ്പ് പരസ്യമെന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചാരണമാണെന്ന് തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. 1000 പരസ്യമാണ്. പണത്തിന് ആവശ്യമാണോ? ആവശ്യത്തിന് പണം വേണോ? ഓരോ നാൽക്കവലയിലും പരസ്യപ്പലകൾ. പണത്തിന് ആവശ്യമാണോ? ആവശ്യത്തിന് പണം വേണോ? മുത്തൂറ്റിലേക്ക് വരിക, സ്വർണം പണയം വെക്കുക. സഹോദരങ്ങളെ, പരസ്യമാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത്. പരസ്യമാണ് മനുഷ്യനെ വഴിതെളിപ്പിച്ചത്. 1/2 മീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന് പറയുന്ന ഒടുക്കത്തെ പരസ്യം കണ്ടപ്പോ എല്ലാ പെണ്ണുങ്ങളും വീണുപോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് ഉയർത്തിയ തന്ത്രമാണിത്. അല്ലതില്ലു കാലാശതറത്തിൽ ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ആദം ഹവ്വ ദമ്പതികൾ റളിയല്ലാഹു അൻഹുമാ അലൈഹിമുസ്സലാത്തു വസ്സലാം അവര് ചോദിച്ചു, ഏത് മരമാണ്? പിശാച് ചൂണ്ടിക്കാണിച്ചു ആ മരം. ആദം നബി ഹവ്വ ബീവിയും പറഞ്ഞു, ഇല്ല ഇല്ല, അത് അല്ലാഹു ഞങ്ങളോട് വിലക്കിയ മരമാണ്, അത് ഞങ്ങൾ കഴിക്കാൻ സാധ്യമല്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിശാച് ആദം നബിയോടും ഹവ്വ ബീവിയോടും പറഞ്ഞു, പത്രേ, ആ പഴം കഴിക്കരുതെന്ന് അല്ലാഹു നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇല്ലാന തകൂന മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദീൻ. ആ പഴം കടിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ കാലാകാല സ്വർഗത്തിൽ കിടക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും. അതുകൊണ്ടാണ് അല്ലാഹു അത് കഴിക്കരുതെന്ന് പറഞ്ഞത്. കാലാകാലം നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകും, അത്ര വലിയ മാന്ത്രിക മരമാണെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ ആദം നബി ഹവ്വ ബീവിയും പകച്ചു നിന്നു.